ാക്കാൻ പോകുന്നത് മട്ടൻ മജ്ബൂസ് ആണ്. ഒരു അറേബ്യൻ ഡിഷാണത്. അപ്പോൾ ഒന്ന് നോക്കാം. മട്ടൻ 1 കിലോ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു മട്ടൻ്റെ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് കഴുകി വെച്ച ഈ മട്ടനെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഓൾറെഡി ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ ഞാനൊന്ന് വേവിക്കും. ഒരു 10 മിനിറ്റ് ഒന്ന് അടുപ്പിൽ വെക്കും. കറക്റ്റ് 10 മിനിറ്റ് ആകുമ്പോൾ ഓഫാക്കിയിട്ട് ആ വെള്ളം ഫുള്ള് നമ്മൾ ഊറ്റി കളഞ്ഞ ശേഷം വേണം കുക്കറിൽ ഇതിൻ്റെ മസാലയൊക്കെ ചേർത്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഈ പച്ചമണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ നല്ല ആടിൻ്റെ മണം വരുമല്ലോ, അപ്പോൾ അതില്ലാതാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മഞ്ഞളും ഉപ്പിട്ട് വേവിച്ച് ആ വെള്ളം ഊറ്റി കളഞ്ഞ ശേഷമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മഞ്ഞളും ഉപ്പിട്ട് 10 മിനിറ്റ് ഒന്ന് അടുപ്പിൽ വെച്ചു. ആ വെള്ളം ഊറ്റി കളഞ്ഞു. അങ്ങനെ എടുത്ത മട്ടനാണിത്. ഇതിലേക്ക് വേണ്ട മസാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 സവാള, വലുതൊന്നും ഒരു ചെറുതും, അങ്ങനെ 1.5 സവാള അരിഞ്ഞത്. ബാക്കിയെല്ലാം ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക ചെയ്യുക. അതിലൊരു 4 പച്ചമുളക്, അത് നടുകീറിടണം. പിന്നെ ഒരു പിടി മല്ലിയില, പുതിനയില, ഒരു 10-15 ഏലക്കായ, കുറച്ച് കരയാമ്പൂ, അതുപോലെ തന്നെ പട്ട, പിന്നെ ഇഞ്ചി ഒരു വലുതെടുത്തിട്ട് അതിനെ ഞാനൊരു 5 പീസാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-15, അതായത് ഒരു തുടം വെള്ളുള്ളി, ഒരു 10-18 എണ്ണട്ടം ആ വെള്ളുള്ളി ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഈ ഇറച്ചിയുടെ കൂടെ മുളക് 4ആക്കി കീറിടാണ്ട് ബാക്കി അതുപോലെ ചെറുനാരങ്ങ നീരാണ് വേണ്ടത്. ഇത് ഡ്രൈ ലെമൺ ആണ്. ഇത് നമുക്ക് ചോറ് വെക്കുമ്പോഴാണ് ആവശ്യം വരിക. അപ്പോൾ ചോറ് വെക്കുന്ന സമയത്തുള്ളത് ഞാൻ കാണിക്കാം. അതേപോലെ ഇതിലേക്കാണ് ഇപ്പോൾ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാനുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഈ ഇറച്ചിയുടെ കൂടെ കുക്കറിലേക്ക് ഇടുക. ഒരു കുക്കർ എടുത്തിട്ട് ഈ ഇറച്ചി ഇട്ടിട്ട് അതിലേക്ക് ഇതേ സാധനങ്ങൾ ഇതേപോലെ തന്നെ ചതയ്ക്കാനോ മുറിക്കാനോ ഒന്നുമില്ല. ചെറുനാരങ്ങ വേണ്ട, ബാക്കി സംഗതികളൊക്കെ ചേർത്ത് ഇതൊന്ന് നടു കീറിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതേപോലെ തന്നെ കുക്കറിലേക്ക് ഇട്ടിട്ട് ഇറച്ചിയുടെ മേലേക്ക് കാണുന്ന രീതിയിൽ വെള്ളം വെച്ചിട്ട് ഒന്ന് കുക്കറിൽ വെച്ച് വിസിൽ വെക്കണം. അതിൽ ആദ്യത്തെ വിസിലടിച്ചിട്ട് ഒരു 20 മിനിറ്റ് അതിൽ കിടന്നിട്ട് നന്നായിട്ട് വേവണം ഈ ഇറച്ചി. എന്നിട്ട് ആ വെള്ളം ഊറ്റിയെടുത്തിട്ടാണ് പിന്നെ നമ്മൾ ഇതിലേക്കുള്ള റൈസ് തയ്യാറാക്കുന്നത്. ബിരിയാണിയുടെ അല്ലെങ്കിൽ ബിരിയാണിയേക്കാൾ ടേസ്റ്റ് എന്ന് പറയാം. നല്ല ടേസ്റ്റാണ്. ഒരു സ്പൂൺ കുരുമുളക് പൊടി, കുരുമുളക് പച്ചയായിട്ട് അങ്ങനെ ഈ പൊടിക്കാതെയുള്ള കുരുമുളക് വേണം, ഉണങ്ങിയ കുരുമുളക്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാനിവിടെ എടുക്കാൻ മറന്നതാണ്, അതെടുക്കാം. പിന്നെ കുക്കറിലേക്ക് ഇതെല്ലാം കൂടി ആഡ് ചെയ്തെടുക്കുക. ഇതൊന്നും ചതക്കുക ഒന്നും ആവശ്യമില്ല. സവാള കട്ട് ചെയ്യാനുണ്ടാവും, മുളകൊന്നും നടുകീറിടാനുണ്ടാവും. ബാക്കി സംഗതികളൊക്കെ ഇതേപോലെ തന്നെയാണ് വെള്ളത്തിലേക്ക് ആ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പിട്ട് കൊടുക്കുക, ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ 2 സ്പൂൺ തൈരും ചേർത്തിട്ട് കുക്കറിൽ വെക്കുക. ഞാൻ കുക്കറിൽ ഇട്ടതിന് ശേഷം ഒന്നും കൂടി കാണിക്കാം. നമുക്ക് കുക്കറിലേക്ക് ആ വെള്ളം ഇല്ലാതെ നമ്മുടെ ഇറച്ചി മാത്രം എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. വെള്ളം പെടണ്ട, നമ്മുടെ വേസ്റ്റ് വെള്ളമാണത്, ആ വെള്ളം കളയാനുള്ളതാണ്. ഇനി ഈ മട്ടനെ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ തക്കാളി ചേർക്കില്ല. ബിരിയാണിയിലേക്കുള്ള ബാക്കി എല്ലാ സംഗതികളും ചേർക്കുന്നുണ്ട്. അതൊക്കെ അതേപടി ചേർക്കുകയാണ്. ഞാൻ ഇറച്ചി ഇട്ട് കൊടുത്തു. അതിലേക്ക് സവാള ഒന്നിങ്ങനെ കൈകൊണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവാള ചേർത്തു, വെള്ളുള്ളി ചേർത്ത് കൊടുത്തു, ഇഞ്ചി ഇട്ടു, അതുപോലെ തന്നെ പട്ട, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, മല്ലിച്ചപ്പ്, പുതിന, അതുപോലെ തന്നെ പച്ചമുളക്, ഇതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഉപ്പ്, തൈര്, ചെറുനാരങ്ങ നീര്, എന്നിട്ട് ഈ ഇറച്ചിയുടെ മേലെ ഈ ഇതിനൊക്കെ മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള കുറച്ച് മേലക്കായിട്ട് വെള്ളം നിറച്ചിട്ട് അത് കുക്കറിൽ വെക്കുക. വിസിലിട്ടിട്ട് 10 മിനിറ്റ് നമ്മൾ വിസിൽ വന്നിട്ട് ഒരു 20 മിനിറ്റ്, ഞാൻ
തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. ചെറുനാരങ്ങ നീര് കൂടി ചേർക്കാനുണ്ട്. അത് ചേർത്തിട്ട് ഇത് 10 മിനിറ്റ് വിസിൽ വന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫാക്കിയിട്ട്, എന്നിട്ട് പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നതിന് ശേഷം ഇതിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവ് എടുത്തിട്ടാണ് പിന്നെ നമ്മൾ റൈസ് റെഡിയാക്കുന്നത്. നെയ്ച്ചോറൊക്കെ വെക്കുന്ന പോലെ തന്നെ ഞാൻ കൈമ അരിയാണ് ഉപയോഗിക്കുന്നത്. അത് ചോറ് വെക്കുമ്പോൾ ഇതൊന്ന് ആയിട്ട് ഇതിൻ്റെ ഇത് കിട്ടട്ടെ. വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റൈസ് എങ്ങനെ തയ്യാറാക്കാം. തക്കാളി ചേർക്കുന്നില്ല. തൈരിൻ്റെയും ഈ ചെറുനാരങ്ങയുടെയും പുളിയാണ് നമുക്ക് ഇതിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് സ്റ്റൗവിൽ വെക്കാം. വെള്ളം നിറക്കട്ടെ. നമ്മൾ ഓൾറെഡി നേരത്തെ മഞ്ഞളും ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത്. എന്നാൽ കൂടി ഇപ്പോൾ ഞാൻ ഇതിലേക്കൊരു ഇത്രപോരം ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മൂടി വെക്കാൻ പോകും. സ്റ്റൗവിൽ വെച്ച് ആദ്യത്തെ വിസിൽ വന്നിട്ട് 20 മിനിറ്റ് വരെ ആ വിസിൽ അടിയണം. എന്നിട്ട് അതിലത്തെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ നമ്മൾ റൈസ് തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ കുക്കറിൻ്റെ മൂടി ഓപ്പൺ ചെയ്ത് 20 മിനിറ്റ് വിസിലടിച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ മൂടി ഓപ്പൺ ചെയ്താലും ഇതുപോലെ ഇങ്ങനെ കിട്ടും. ഈ വെള്ളം നമുക്കിങ്ങോട്ട് ഊറ്റിയെടുത്തിട്ട് ബാക്കി കാണുന്ന ആ മസാലകൾ നല്ല വറ്റിച്ചെടുക്കണം. അങ്ങനെ എന്താ പറയുക, ഈ ഇതിൻ്റെ മൂടി ഇല്ലാതെ തുറന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റോളം അതിങ്ങനെ അതിൻ്റെ നനവൊക്കെ വറ്റിച്ചെടുക്കണം. നല്ല വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ റൈസ് തയ്യാറാക്കാം. ആ വെള്ളം അതിൽ നിന്ന് മാറ്റിയെടുക്കട്ടെ. അപ്പോൾ ഇത്രയും വെള്ളം നമുക്ക് സ്റ്റോക്ക് ഇതിൻ്റെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മസാല ഇങ്ങനെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലിപ്പോൾ മഞ്ഞൾ ഇടാറില്ല. സാധാരണ മഞ്ഞൾപ്പൊടി ചേർക്കാതെ ഇങ്ങനെ വെള്ള കളറിലാണ് അതിൻ്റെ ഒരു പുഴുങ്ങിയ അവസ്ഥയിലാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. നമുക്ക് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ വെള്ളത്തിലേക്ക് കുറച്ചും കൂടി മഞ്ഞൾ ചേർത്ത് കൊടുത്ത് ഇനി അരി എടുക്കുന്ന അളവിൽ അതിൻ്റെ ഡബിൾ ഈ വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇപ്പം ഞാനെടുക്കുന്ന അളവിലേക്ക് ഈ വെള്ളം തന്നെ മതിയാവും. കാരണം ഞങ്ങൾ കുറച്ച് ഇതാണ് ഞാൻ എടുക്കണുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ വെള്ളം എടുക്കാൻ പോകുന്നത് റൈസിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം. അതാണ് ഒരു കപ്പ് അരി എടുക്കുമ്പോൾ 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ആ വെള്ളം എനിക്ക് ഇതിൽ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ 2 കപ്പ് അരി എടുക്കുന്നുണ്ട്. അപ്പോൾ 4 കപ്പ് എനിക്ക് ഇതിൽ തന്നെ ഈ വെള്ളം തന്നെ മതിയാവും. അപ്പോൾ ഇതിൽ തന്നെ കിടന്നിട്ട് ആ നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ്. അപ്പോൾ കൈമ അരി ഉപയോഗിച്ചാൽ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചോറ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഇങ്ങനെ സ്റ്റൗ ഒന്നുകൂടി ഞാൻ ഇതിൽ ബാക്കി കുറച്ച് നനവൊക്കെ കാണുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ആ നനവ് കൂടി ഒന്ന് ഇതിൽ കിടന്ന് നമ്മൾ ഈ ചോറാവണ വരെ ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് വറ്റി വരണം. എന്നിട്ട് അതിനെ നമ്മുടെ ചോറിൻ്റെ മേലേക്ക് വിതറി കൊടുക്കുകയാണ് ചെയ്യാറ്. നമുക്ക് ചോറുണ്ടാക്കണം നോക്കാം. ചോറിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. ഈ കപ്പിൽ 2 കപ്പ് അരി എടുത്തു ഞാൻ. അപ്പം അതിന് 4 കപ്പ് വെള്ളം, ഇതിൽ തന്നെ 4 കപ്പ് വെള്ളം എടുത്തിട്ട് നമ്മൾ ഇതിൽ നിന്ന് കിട്ടിയ സ്റ്റോക്ക് 3 കപ്പ് ഉണ്ടായിരുന്നു. പിന്നെ 1 കപ്പ് എക്സ്ട്രാ വെള്ളം വെച്ചെടുത്ത് അങ്ങനെ ഇതിൻ്റെ 4 കപ്പ് വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് അരി അവിടെ കഴുകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചോറിലേക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ പെരിഞ്ജീരകം, ഞാൻ നേരത്തെ കാണിച്ചെന്ന ഒരു ഡ്രൈ ലെമൺ ഇല്ല, അത് ഞാൻ കഷ്ണം മുറിച്ചിട്ടുണ്ട്. അതും ഒരു ചെറിയ ഒരു പകുതി സവാളയും ഒരു ചെറുനാരങ്ങയുടെ ചെറിയൊരു നീരും അതേപോലെ തന്നെ 1 സ്പൂൺ നെയ്യ് ഇട്ടാൽ മതി. കാരണം ഓൾറെഡി ഇതിൽ നല്ല നെയ്യ് നമ്മുടെ മട്ടൻ്റെ ആ ഒരു നെയ്യ് തന്നെ ഇതിൽ നല്ലോണം ഉണ്ട്. അപ്പോൾ ഇതന്നെ ചോറിൽ പിടിക്കാനുള്ളത് ഇതിൽ കിടന്നിട്ടാണ് ചോറ് നമുക്ക് വറ്റി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വെള്ളം കൊണ്ട് തന്നെ ചോറുണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. തീ കത്തിച്ചിട്ട് അതിലേക്ക് പാത്രം ചൂടായി വരുമ്പോൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇവിടെ പാത്രം ചൂടാവുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ നമ്മുടെ സംഗതി ഇവിടെ ഞാൻ വെള്ളം വറ്റിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൽ കിടന്ന് വറ്റി വരുമ്പോൾ ഇത് വറ്റിച്ച ആ ഒരു ഇതെടുത്തിട്ട് ഇതിൻ്റെ ചോറിൻ്റെ മേലെ വെതറി കൊടുക്കുക ചെയ്യുക. അപ്പോൾ അതിന് ഞാനിവിടെ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യ്, അതൊന്ന് എന്താ പറയുക, ജീരകവും ഇതൊക്കെ ഒന്നുകൊണ്ട് ഉള്ളിലേക്ക് ഒന്ന് വഴറ്റാൻ വേണ്ടി മാത്രമുള്ള നെയ്യ് മാത്രം ഉപയോഗിച്ചാൽ മതി. നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇത് ഇട്ട് കൊടുക്കുകയാണ്. ജീരകവും അതൊന്ന് വഴറ്റി കൊടുക്കണം.
ഉണ്ടാവും, എന്നാൽ കൂടി നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്ക് ആ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കും. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു കളറിന് വേണ്ടിയിട്ട്. സാധാരണ ഇതിൽ മഞ്ഞ കളർ അങ്ങനെ വേണമെന്നില്ല, എന്നാലും നമുക്കൊരു കുട്ടികൾക്ക് ബിരിയാണിയുടെ ഒരു തോന്നൽ വരാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം, അരിച്ച് ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ പിന്നെ ഇനി ഏലക്കായ, കറാമ്പ്, പട്ട ഒന്നും ചേർക്കില്ല. നമ്മൾ ഓൾറെഡി മറ്റേ മസാലയിൽ ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇതിലിനി ചേർക്കുന്നില്ല. ഇനി നേരത്തെ എടുത്ത് വെച്ചാൽ ഡ്രൈ ഇട്ട് കൊടുത്തിട്ട് മൂടി വെക്കാം. തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരി കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. തിള വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട്, ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് ഇത് വറ്റി വരുന്നുണ്ട്. അതിലേക്ക് പുതിനയും മല്ലിച്ചപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അതിൽ കിടന്ന് നന്നായി വറ്റി വരണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മസാലയൊക്കെ ആ ചോറിൻ്റെ മേലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിൽ കിടന്നൊന്ന് ദമ്മായിട്ട് ഒരു 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇരുന്നതിന് ശേഷം ഓഫാക്കിയിടുക. പിന്നെ സെർവ് ചെയ്യാൻ നേരത്ത് എടുത്താൽ മതി. ഇപ്പം നമ്മുടെ മട്ടൺ മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണാം. താങ്ക് യു.